തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുന്നതിനിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനമാണ് അംഗങ്ങൾ ഉയർത്തിയത്. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും അത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. മേയറും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്നും ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമെന്നും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അംഗങ്ങൾ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വരുമ്പോൾ ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ഒപ്പം ശ്രീ RS ശശികുമാർ പൊതുപ്രവർത്തകൻ എന്നിവരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ RS ശശികുമാർ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാൻ, അതായത് പാർട്ടിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയൊക്കെ പരിശോധിച്ച കാര്യങ്ങൾ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ജില്ലാ കമ്മിറ്റി സസൂക്ഷ്മം ആ ജില്ലയിലെയൊക്കെ തന്നെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിനിടെയാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും സ്പീക്കർക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ എടുത്തു പറയുന്ന ഒരു ഘടകമായി മേയറുടെ നടപടികൾ വിമർശന വിധേയമാകുന്നത്. അതൊരു ഗൗരവമേറിയ വിഷയമായി പാർട്ടി തന്നെ സമ്മതിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടില്ലേ? കാരണം സമീപകാലങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള, കാരണം തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഭരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള അവമതിപ്പുകൾ, അവിടെ മേയറുടെ അഹങ്കാരം പോലും ഈ തോൽവിക്ക് കാരണമായതിൽ ഒരു ഘടകങ്ങളായി എന്ന് ഈ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ശ്രീ RS ശശികുമാർ? അല്ല, CPM-നെ സംബന്ധിച്ചോളം വിവേകം വൈകി ഉദിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. ഏത് കാര്യം ചെയ്യുക, പിന്നീട് തെറ്റ് തിരുത്തുക, ഞങ്ങൾ തെറ്റ് തിരുത്തുന്ന പാർട്ടിയാണെന്ന് ഘോഷിക്കുക. ഇവിടെ ഇപ്പോൾ 2020 നഗരമാതാവായി ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ നിയമിച്ചപ്പോൾ സത്യത്തിൽ ഈ നാട്ടുകാരനായ തിരുവനന്തപുരം വാസിയായ എനിക്കുൾപ്പെടെ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം നഗരമാതാവ് എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ പരിണിതപ്രജ്ഞരായ, വളരെ പ്രായം ചെന്ന, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിരിക്കുന്ന ഒരു സ്ഥാനമാണ് തിരുവനന്തപുരം മേയർ. ആ മേയർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സ്ഥാനമാണ്. മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ അധിപയായി ആർട്സ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നിയമിച്ചപ്പോൾ അതിലൂടെ CPM കൊടുത്തു എന്ന് പറയുന്ന മെസ്സേജ്, ഞങ്ങൾ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങൾ യുവജനങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതല്ല, ഇത് അങ്ങനെയുള്ള കുട്ടികളെ നിർത്തി എന്തും കാണിക്കാൻ, എന്ത് അക്രമം കാണിക്കാൻ, എന്ത് ക്രമക്കേടും കാണിക്കാനുള്ള ലൈസൻസാക്കി മാറ്റാനാണ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ മുഴുവനും അങ്ങനെയായിരുന്നു. പിൻവാതിൽ നിയമനങ്ങൾ, അവിടെ നടക്കുന്ന അഴിമതികൾ, അതിനെല്ലാത്തിനും ഒപ്പിട്ട് കൊടുക്കാൻ ചോദിച്ചാൽ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഇന്ന് പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. എപ്പോഴുണ്ടായി? ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതികരണം ഉണ്ട്, അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. അന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ ബസ്സിലെ വിഷയവുമായി ബന്ധപ്പെട്ട് റോഡിൽ നടത്തിയ ഈ പ്രതികരണങ്ങളും നടുറോഡിൽ നടത്തിയ ഈ ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് ഒത്താശ നൽകിയവരാണ്, ഓശാന പാടിയ ആളുകളാണ് ഇന്നിപ്പോൾ വിമർശിക്കുന്നത്. ഒരാൾ പോലും അത്തരം കാര്യങ്ങളിലൊന്നും ഈ മേയർക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും അന്ന് തയ്യാറുണ്ടായിരുന്നില്ല. അന്ന് ഈ സംഭവത്തിന് ശേഷം ഡിവൈഎഫ്ഐ നടത്തിയ ഒരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ആര്യ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ KSRTC ഡ്രൈവർ പെരുമാറിയത്. ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. ശ്രീ RS ശശികുമാർ, അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു പ്രായം കുറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഒരു യുവതി ഒരു വലിയൊരു സ്ഥാനത്തേക്ക്, താൽക്കോൽ സ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് പാർട്ടിയെ സംബന്ധിച്ചോളം. പാർട്ടി ഒരു വിപ്ലവകരമായ ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചനകൾ അത് ഇവിടെ മാത്രമല്ല പഞ്ചായത്ത് ഘടകങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയൊരു കാൽവെപ്പ് എന്ന വരവേറ്റതാണ്. പക്ഷേ പിന്നീട് പല സമയങ്ങളിലും കാലിടറിയപ്പോഴൊക്കെ ഒരു വിമർശന ശക്തിയായി പോലും നിന്ന് ഇതല്ല ശരിയായ രീതി എന്ന് ശബ്ദിക്കാത്ത ആളുകളാണ് ഇന്നിപ്പോൾ ശബ്ദമുയർത്തുന്നത്. അതിൻ്റെ ഒരു ശരികേടും ഒരു വൈരുദ്ധ്യം കൂടി. ശ്രീ RS ശശികുമാർ. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ വരുന്നത്. വാസ്തവത്തിൽ അന്ന്
നമ്മുടെ ചാനലിലെല്ലാം കാണുന്ന ആർക്ക് മനസ്സിലാവും, ഒരു തെരുവ് ഗുണ്ട കണക്കാണ് നമ്മുടെ മേയറും മേയറുടെ ഭർത്താവും പെരുമാറി എന്നുള്ളവരെ സത്യത്തിൽ അറിയാമെന്നുള്ളതാണ്. അതെല്ലാം എന്താ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമാണ്. ഈ പെരുമാറ്റം തന്നെയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാർ മാത്രമല്ല ഭരണകക്ഷിയിലെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കൗൺസിലർമാർ പോലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം ആരെയും മനുഷ്യയില്ല. കാരണം അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയെ റോൾ മോഡലായിക്കൊണ്ട് എന്ത് ദാർഢ്യവും ചെയ്യാവുന്ന ഒരു അഹങ്കാരം ഇപ്പോൾ നമ്മുടെ SFIക്കാർക്ക് വരെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആര്യ രാജേന്ദ്രൻ പെരുമാറും. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വൈകി വിവേകം ഉദിച്ച മറ്റൊന്നുകൊണ്ടല്ല, മുഖ്യമന്ത്രി വീക്കാണ്. മുഖ്യമന്ത്രി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പോടുകൂടി വീക്കായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കുട്ടിയാണ് ഈ ആര്യ. അപ്പോൾ ആര്യയെ നിലനിർത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ ആവശ്യമാകുമ്പോൾ മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ആര്യയിലൂടെ മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പുതിയ അതിൽ ജില്ലാ കമ്മിറ്റി സ്ഥാനം കിട്ടാത്ത ചില നേതാക്കൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. വാസ്തവത്തിൽ ഇതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഞാൻ പറയാൻ കാരണം ഇത് ആര്യയിൽ മാത്രം ഒറ്റപ്പെട്ടതല്ല. ഈ സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല. ഇന്നലെ കൊയിലാണ്ടിയിൽ നടന്ന സംഭവം, അടുത്ത ദിവസം ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള സ്വരാജ് ഗവർണർക്കെതിരെ നടത്തിയ പരാമർശം. ഗവർണർ എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അത് ആരായാലും, അത് CPMൻ്റെ ആളായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആ സ്ഥാനത്തിനെ ബഹുമാനിക്കണം. അതിന് പകരം അദ്ദേഹത്തിന് ചിത്രഭ്രമം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകണം. ഈ രീതിയിൽ പരസ്യമായി വിളിച്ച് പറയുകയാണ് വേണ്ടത്. ഒരു ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ അധിപനാണ്, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇവർ നന്നാകാനുള്ള യാതൊരു ലക്ഷണവുമല്ല. അതുകൊണ്ട് ഇനി 4 കൊല്ലം ഇരിക്കുന്ന ഈ ആര്യ രാജേന്ദ്രനും ഇനി അടുത്ത ഏകദേശം 1.5 വർഷമുള്ള മുഖ്യമന്ത്രിയും ഈ രീതിയിൽ തന്നെ തുടരും. ഇവരുടെ ദാക്ഷ്യം തുടരും. ഇതിൻ്റെ മുഴുവനും ഫലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ സംസ്ഥാനം വിടുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്നു. ഇക്കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ഈ അടുത്ത തലമുറയിലുള്ള CPMകാരെങ്കിലും തയ്യാറായാൽ മാത്രമേ ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ആര്യക്കെതിരായി നടത്തുന്ന ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ വേണമായിരുന്നു. നേരത്തെ അതിനെ തെറ്റിതിരുത്തണമായിരുന്നു. ഇനി ഏതാനും മാസങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഇനി തെറ്റിതിരുത്തിക്കുമെന്ന് ശ്രമിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ ആക്രമിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ ആളാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ചെയ്തത് തെറ്റാണെന്ന് ഇനിയെങ്കിലും CPM പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, പാർട്ടി ഗൗരവത്തോടു കൂടി ഇത്തരം സംഭവങ്ങളെ കാണുന്നുണ്ട്. കാരണം നഗരസഭ എന്ന് പറയുമ്പോൾ അറിയാം, കടുത്ത BJP മത്സരം കാഴ്ചവെക്കുന്ന ഒരിടമാണ്. ആ സ്ഥലത്ത് അവിടെ ഒരു മാറ്റത്തിൻ്റെ ഒരു ശംഖുലിയുമായിട്ടാണ് ആര്യയ്ക്ക് ഈ പദവി CPM നൽകുന്നത്. പിന്നീട് ഒരുപാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അപ്പോൾ ഇത് പാർട്ടി ഒരു ജില്ലാ കമ്മിറ്റി ആ ജില്ലാ ഘടകം പരിശോധനയ്ക്ക് ആക്കുമ്പോൾ അതൊരു ഗൗരവത്തോടു കൂടി പാർട്ടി കണ്ടു എന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, പാർട്ടി ആര്യ രാജേന്ദ്രന്റെ മേയർ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കണ്ട് അവരെ ഏൽപ്പിച്ചതാണ്. ലോകത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ ആദ്യത്തതുമായ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്താൻ CPMനെ മാറ്റാൻ പറ്റത്തുള്ളൂ. വൃത്തസങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട കുറെ ആളുകളുടെ മാത്രം സ്ഥാനമാണ് മേയർ സ്ഥാനമെന്നും MLA സ്ഥാനമെന്നും മന്ത്രിസ്ഥാനം എന്നൊക്കെ ചിന്തിക്കുന്നവര് ഇതിനപ്പുറം തന്നെ ഉള്ള വ്യാഖ്യാനം കൊണ്ടുവരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായെന്നുള്ളതിന്റെ ആധികാരികമായിട്ട് രേഖ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച ആളാ. അവരെ സംബന്ധിച്ച് അവരുടെ കഴിവുകൾ അവർ തെളിയിച്ചു. അവർ 21ാമത്തെ വയസ്സിലൊരു വനിത കേരളത്തിലെ ഒരു കോർപ്പറേഷന്റെ മേയർ ആയതിൽ മാനസിക വിഷമം ഉണ്ടായെന്നാണ് ബഹുമാനപ്പെട്ട ശശികുമാർ സാർ ചർച്ച പറഞ്ഞത്. എനിക്ക് അത്ഭുതപ്പെടുക, നമ്മുടെ യുവജനങ്ങളെ അധികാരത്തിലേക്കും അതുപോലെയുള്ള പദവികളിലേക്ക് കൈയോർത്ത് നാളത്തെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവരെ ആ രീതിയിലുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആ വനിതയെ ഇത്രയ്ക്ക് മോശമായ ഒരു ഭാഷയിൽ സാർ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. നമ്മുടെ പുതിയ തലമുറ അധികാരത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും കസേരകളിൽ ഇരുന്നുകൊണ്ട് അവർ നാളെ നമ്മളെ നിയന്ത്രിക്കേണ്ടവരാ. അത് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്നതല്ല ഇത്തരം സാധനങ്ങൾ. കേരള അഭിമാനത്തോടുകൂടി കേരളത്തിനെ സംബന്ധിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു ആ കാര്യത്തിൽ CPM എടുത്തത്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു റോൾ മോഡലിനെ പോലെയാണ് ആ പെൺകുട്ടി തന്റെ കഷ്ടപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നും വളർന്ന് മേയർ സ്ഥാനത്തിരുന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവരെന്താ തെറ്റിയത്. 2 കാര്യം ഉദാഹരണം പറയാം. ദിവസങ്ങൾക്ക് മുമ്പായി രാജ്യത്തെ ഊർജ്ജ കാര്യക്ഷമത അവാർഡ് ടൈംസ് ഗ്രൂപ്പിന്റെ അവർക്ക് കിട്ടിയത്. നിസ്സാരമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ആ അവാർഡ് എന്ന് പറയുന്ന പുരസ്കാരം
ബാംഗ്ലൂർ മറിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ അത് ലഭിച്ച ഈ വർഷത്തെ ഏക മേയറാണ് ആര്യ രാജേന്ദ്രൻ. നിങ്ങൾ ആരെങ്കിലും അതിന്റെ പ്രാധാന്യത്തിലൂടെ വാർത്ത കൊടുത്തോ? പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, അതൊന്നുമല്ല, അതൊക്കെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തകരസിവിടെ. ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അഹങ്കാരം പോലും, അഹന്ത നിറഞ്ഞ സമീപനങ്ങൾ പോലും തിരിച്ചടിയാകാൻ കാരണമായിട്ടുണ്ട് എന്ന് അംഗങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, അവിടെ ഇപ്പോൾ ഈ അംഗങ്ങൾ പറയുന്നതനുസരിച്ച് ആ ബസ്സിൽ നിന്ന് കിട്ടിയ ആ മെമ്മറി കാർഡ് കിട്ടാതെ പോയത് നന്നായി, കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് പാർട്ടി. കാരണം പാർട്ടി അംഗങ്ങൾ പലരോടും നമ്മൾ രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പലർക്കും കടുത്ത എതിർപ്പ് ഉയർത്തുന്ന ആളുകളൊക്കെയുണ്ട്. അപ്പോൾ ഈ പൊതുപ്രവർത്തകരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് CPM-നെ സംബന്ധിച്ചോളം അത്രമേൽ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായി, സ്വയം വിമർശനങ്ങളിലൂടെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിക്ക് വൈകി ഈ സംഭവങ്ങളിലൊന്നും എല്ലാ തവണയും എല്ലാ വിമർശനങ്ങൾക്കും ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ആര്യയ്ക്കൊപ്പം നിന്നാണ് പാർട്ടി. പിന്നീട് ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തുമ്പോൾ അവിടെ വീണ്ടും ഉന്നയിക്കുന്നു കതിരിന്മേലുള്ള വളം വെയ്പ്പായി അത് മാറുകയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അത് തെറ്റായ ഒരു വിശകലനമാണ്. കാരണം അന്ന് ആ KSRTC ബസ്സിലുണ്ടായ സംഭവം, ആ ബസ്സിലെ ഡ്രൈവറുമായിട്ടുണ്ടായ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു. ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടി, ഞാൻ കുട്ടീനെ വിളിക്കത്തുള്ളൂ, കാരണം അവർക്ക് ആ പ്രായമുള്ളൂ. ഇപ്പൊ അവർക്ക് തന്നെ 24 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അവരോടുള്ള ഒരു അസഹിഷ്ണുത, അവർ ആ പോസ്റ്റിൽ വന്ന അന്ന് മുതൽ അവരെ വേട്ടയാടലിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. അത് വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ആരായിരുന്നു ആ ഡ്രൈവർ? അതിന് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു നടി ഇയാളിൽ നിന്നും ഉണ്ടായ തിക്താനുഭവങ്ങൾ അവർ പരസ്യമായിട്ട് പ്രതികരിച്ചു. കൂടാതെ മുൻകാല ചരിത്രങ്ങളെല്ലാം സ്ത്രീവിരുദ്ധതയുടെ ഒരു ആകത്തുകയാ. അപ്പോൾ അവര് കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം. അതിലേക്ക് തന്നെയാ വരുന്നത്. അവർ പ്രതികരിച്ചു. അത് സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയ ആത്മധൈര്യ. ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമി സഹിതം കേരളത്തിലെ മാധ്യമങ്ങൾ പാടിപ്പൊഴിച്ചൊരു സംഭവം ഉണ്ടായല്ലോ അതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ്. ഒരു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ KSRTC ഡ്രൈവർ റോഡിൽ മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് അവരെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ വാഹനത്തിന് മുമ്പിൽ കയറി ഇതുപോലെ വാഹനം തടഞ്ഞു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് മാധ്യമങ്ങൾ ധീരയായ യുവതി, കേരളത്തിന്റെ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞല്ലേ പാടിപ്പൊഴിച്ചത്. അപ്പോൾ അവർക്കാകാം ഇവർക്കാകാൻ പാടില്ല. ഇവർ അധികാര സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ് അവര്. അത് പാർട്ടിക്കാർക്ക് എന്താ മനസ്സിലാകാത്തത്? ഒരു വിമർശനപരമായി ആ പാർട്ടി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കാർക്ക് ബോധ്യപ്പെട്ടില്ല, പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. ഏത് പാർട്ടി പ്രവർത്തകനാണ് ഈ രീതിയിലുള്ള ഒരു കമന്റ് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് ആധികാരികമായിട്ട് തെളിയിക്കാൻ പറ്റുന്നത്? എന്തെല്ലാം വാർത്തകൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ഇടത് സഹയാത്രികൻ മാത്രമല്ല, അങ്ങ് ഒരു മാധ്യമ പ്രവർത്തനം ആയിരുന്നു എന്ന കാര്യം അങ്ങ് മറക്കരുത്. കാരണം ഏത് കമ്മിറ്റികളിലാണ് അവിടെ കയറി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ജില്ലാ ഘടകത്തിന്റെ ഒരു യോഗത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾക്കത് ക്യാമറയിൽ പകർത്തി പുറത്തേക്ക് നൽകാൻ കഴിയുമോ? എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നത് ഇത്തരം യോഗങ്ങളിൽ നിന്നുള്ളത്? അത് ജില്ലാ ഘടകമായാലും സംസ്ഥാന സമിതി ആയാലും അതല്ല കേന്ദ്ര കമ്മിറ്റി ആയാലും PB-യിൽ നിന്നായാലും അടക്കമുള്ള വാർത്തകൾ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ? അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ ഇല്ലാ കഥകൾ ചമച്ച് സാങ്കല്പികമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ് വിവരം എന്നൊരു മാധ്യമ റിപ്പോർട്ടർ എന്ന് പറയും. എന്നാണ് വിവരം എന്ന്. അപ്പൊ അയാൾക്കും ആധികാരികതയില്ല. മാതൃഭൂമിയുടെ അല്ല, വേറെ ചാനലിൽ പറഞ്ഞ. അപ്പൊ ഇതൊക്കെ ആ പെൺകുട്ടിയോടുള്ള, ആ മേയറോടുള്ള, ആരാധ്യയായ തിരുവനന്തപുരം മേയറോടുള്ള കണ്ണിക്കടിയാണ് വാസ്തവത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വസ്തുത. നിങ്ങൾ നാട്ടിലിറങ്ങിയ സ്ത്രീകളോടൊന്ന് ചോദിച്ചേ, ആര്യ രാജേന്ദ്രൻ 21ാമത്തെ വയസ്സിൽ CPM അവരെ മേയറാക്കിയതിനെ കുറിച്ച് അവരുടെ പ്രതികരണം എന്താണെന്നുള്ളവരും KSRTC ആയിട്ടുള്ള വിഷയത്തിലുള്ള പ്രതികരണം എന്താണെന്നുള്ളവരും ആരാണ് ഈ അവിടുത്തെ ഈ പറയുന്ന റെക്കോർഡ് ചെയ്ത സാധനം? ശ്രീ റെജി ലൂക്കോസ്, ഞാനൊരു കാര്യം പറയാം. കാരണം ഈ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റുകൾ ഈ സംഭവത്തിന് ശേഷം പലതും കണ്ടിട്ടുണ്ട്. ആ ആര്യ രാജേന്ദ്രനെ അനുകൂലിച്ച് 1-2 പോസ്റ്റ് ചില വ്യക്തികൾ ഇട്ടു. ആ പോസ്റ്റിൻ്റെയൊക്കെ അടിയിൽ ഏതാണ്ട് 24K കമന്റുകളൊക്കെ വന്ന്, അല്ലെങ്കിൽ 5000K കമന്റുകളൊക്കെയാണ്. ആ കമന്റുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ പറയാം ഈ 5000 പേരും ഇടുന്ന കമന്റുകൾ പാർട്ടി വിരുദ്ധരാണെന്ന് പറയാം. പക്ഷേ ഒരു കമന്റിൽ പോലും ഒന്ന് പിന്തുണച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോലും, അതിൽ വനിതകൾ ഭൂരിപക്ഷമുണ്ട്. വേണമെങ്കിൽ അത് അങ്ങേക്ക് വേണമെങ്കിൽ ഇരുന്ന് വായിക്കാം. ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ കയറി വായിക്കാം. അപ്പോൾ ഒരു പൊതുവികാരം ഇക്കാര്യത്തിൽ അവർക്കെതിരായിട്ടുണ്ട്. അതാണ് പാർട്ടി അംഗങ്ങളും പ്രകടിപ്പിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, അതിന് കൃത്യമായി മറുപടി പറയാം. പ്രജീഷിന്റെ ആണെങ്കിലും റെജി ലൂക്കോസിന്റെ ആണെങ്കിലും ശശികുമാർ സാറിന്റെ ആയാലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ശത്രുതയുള്ള ഈ ഫേക്ക് ID, അതിനൊരു ശൃംഖല തന്നെ RSS, BJP, കോൺഗ്രസ്സുകാർ അതിന് തന്നെ കാശ് കൊടുത്തിരിക്കുന്ന ഒരു സംഘമുണ്ട്. അതിൽ നിഷ്പക്ഷരമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്കൊപ്പമാണ്, പക്ഷേ ഇത് സമ്മതിക്കാനാകില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ ആ ഹാൻഡിലുകളിൽ കണ്ടിട്ടുണ്ട്.
അല്ല, അതൊക്കെ അങ്ങനെയല്ലേ എടുത്തുള്ളൂ. പോരാളി ഷാജി എന്നും പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം നിൽക്കുമെന്ന് അഭിനയത്തിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, അറിയാമല്ലോ. പിന്നെ അതിനകത്ത് വന്നുകൊണ്ടിരുന്ന സാധനത്തെ സമീപകാലത്ത് CPM ആണെന്നും പറഞ്ഞു, CPM സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് CPM വരുത്തതാ ജനങ്ങളെ എത്തിക്കുന്നതിനെ കുറിച്ച് പാർട്ടി പറ്റിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്ര എണ്ണമുണ്ട് നമുക്ക് കേരളത്തിൽ? പ്രജീഷ് ഒരു പോസ്റ്റ് ഇട്ടാ, പ്രജീഷ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, എനിക്കറിയാം, നമ്മളെ സൗഹൃദമുള്ളവരാണ് ഈ ഫേസ്ബുക്കിലൂടെ. ആ രീതിയിൽ നിങ്ങളിപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിമർശിച്ചുകൊണ്ടിട്ടാൽ ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിങ് ഉണ്ട് കേരളത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായമല്ല, ഒരാൾ തന്നെയായിരിക്കുന്നു. അപ്പൊ 3000-4000 കമന്റുകൾ ഇടുന്നത്, അതിലൊന്നും അങ്ങനെയല്ല വീക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ വിമർശിക്കപ്പെടുന്നത്? ആ ശ്രീ റെജി ലൂക്കോസ്, ഒരു പാർട്ടി തിരുത്തലിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഘടകങ്ങളിലെ പരിശോധനയാണ്. ആ പരിശോധനയിൽ അംഗങ്ങൾ ഇതിനെ വിമർശിക്കില്ലേ? വിമർശനം സ്വാഭാവികമല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിമർശനം സ്വാഭാവികമല്ലേ? അത് ഗൗരവത്തോടുകൂടി കാണേണ്ടതല്ലേ? അത് സ്വയം ഒരു പക്ഷേ തിരുത്തേണ്ടതല്ലേ? തിരുത്തേണ്ട കാര്യങ്ങൾ ഈ വിഷയങ്ങളില്ലേ ശ്രീ റെജി ലൂക്കോസ്? അങ്ങേക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലേ? പ്രജീഷ്, മാധ്യമങ്ങളും അതല്ലാത്ത രീതിയിലുള്ള സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിമർശനങ്ങള്, അത് ശരിയായ വിമർശനമാണ് ഉൾക്കൊള്ളുന്ന പാർട്ടി, ഏക പാർട്ടി CPM ആ. നിങ്ങൾ നാലും ചോദിക്കും, കെ സുധാകരൻ അവരുടെ കേരള യാത്രയോടനുബന്ധിച്ച് ആലപ്പുഴയിൽ 5 മിനിറ്റ് താമസിച്ച VD സതീശനെ ആ പാർട്ടിമംഗളുടെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് തെറി വിളിച്ചില്ല. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തെറി, ആരും ഉപയോഗിക്കാത്തൊരു രീതി, സംസ്കാരങ്ങളൊക്കെ കേരളത്തിന്റെ മുഖത്തടിച്ചതല്ലേ. എന്നിട്ട് ഈ സുധാകരനെ നിങ്ങൾ ആരും വലിച്ചു വാരിയിടുന്നില്ലല്ലോ. എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നില്ല? ഇങ്ങനെ ഒരാളെന്നും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ചർച്ച നടത്തുന്നുണ്ടോ? ഇവൻ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെങ്കിലും വേണ്ട, ഞങ്ങളുടെ പാർട്ടിക്കാരനാ. ആ ആരാധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തെ പോലും അവഗണിച്ചുകൊണ്ട് അയാള് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പല്ലേ. നിങ്ങൾ ആരെങ്കിലും അയാളെ വിചാരണ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പദപ്രയോഗം ആര്യ രാജേന്ദ്രന് വന്നിട്ടുണ്ടോ? ഇല്ല. അവർ ധീരയായ ചങ്കൂറ്റമുള്ള ശരി, ശ്രീ റെജി ലൂക്കോസ്, നമുക്കൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് തിരികെ എത്താം. ശ്രീ RS ശശികുമാറിലേക്ക് തിരികെ എത്താം. ചർച്ചയിലേക്ക് തിരികെ എത്താം. ശ്രീ RS ശശികുമാർ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൊലപാതകത്തിന്റെ വാർത്ത കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അധിക സമയം എടുക്കാനില്ല. ശ്രീ ശശികുമാർ, അതായത് ഇതുവരെ ആര്യരാജനെ പോലെയുള്ള ആളുകൾ വിമർശന വിധേയമാകാതിരുന്നത് മുകളിലത്തെ പിടികൊണ്ടാണ് എന്ന് പാർട്ടി അംഗങ്ങൾ പറഞ്ഞതായും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുണ്ടോ? മാത്രമല്ല, ഈ നേമം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇനി മത്സരിപ്പിക്കാനൊക്കെ കരുതി വെച്ചിരുന്ന ഒരു മുഖം എന്ന നിലയിലൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട വനിതയെ പരിഗണിച്ചിരുന്നത്. അവസാനമായി താങ്കളുടെ മറുപടി. അല്ല, അതിനുവേണ്ടി തന്നെ അവരെ ഓരോരുത്തരും പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. വളരെ നാളത്തെ ഭാവിയുടെ വാഗ്ദാനം. ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്ത് റെജി എന്നെ പറയുകയാണല്ലോ. പക്ഷേ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ആളുകൾക്ക് ചെറുപ്പത്തിലുള്ള ആവട്ടെ ഈ ധാർഷ്ട്യം ഒഴിവാക്കണം. മുഖ്യമന്ത്രിയുടെ ശൈലി നമ്മുടെ SFI കുട്ടികളും മേയറും കൈകാര്യം ചെയ്യരുത്. മേയർ എന്ന് പറയുന്നത് ഇന്ന് ഈ പറയുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരി എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, യദു എന്ന് പറയുന്ന ഡ്രൈവർ, അതേ എന്ത് തെറ്റോ ചെയ്യട്ടെ, യദുവിനോട് ഒപ്പം നിൽക്കേണ്ട ആളാണോ നമ്മുടെ മേയർ? ആരാധ്യയായ മേയർ. അവർ പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടർ നിയമം പോലല്ലേ. തീർച്ചയായിട്ടും അവരവിടെ അന്ന് പോലീസിനെ വിളിച്ച് പറയുകയും അല്ലെങ്കിൽ കമ്മീഷണറെ വിളിച്ച് പറയുകയും നടപടി എടുത്തുന്നെങ്കിൽ എന്ത് നന്നായിരിക്കുന്നു. ഇത് മേയറും മേയറുടെ ഭാര്യയും ഒരു തെരുവ് ഗുണ്ട പോലെ പെരുമാറി എന്നുള്ള സത്യമല്ലേ? അത് മേയർക്ക് യോജിച്ചതാണോ? ഇത് തന്നെയാണ് അവരുടെ പെരുമാറ്റം. ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് അപമാനമാണെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും ഒരു വീണ്ടും വിചാരം ഒരു വിഭാഗം CPM-കാരിലെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിലുണ്ടായത് വളരെ സ്വാഗതാർഹമാണ്. എന്തായാലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് മുഖ്യമന്ത്രിക്ക് ഒരു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ ഒരു ക്ഷീണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി ആയിട്ടാണ് ആര്യ രാജേന്ദ്രൻ നിൽക്കുന്നത്. ആ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിരിക്കുന്ന ശക്തമായ നീക്കമാണ്. തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രന് ആകെ ഒരു വർഷമേ ഉള്ളൂ. ഇനിയെങ്കിലും അവർ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും തെറ്റ് തിരുത്തും എന്നുള്ള പ്രതീക്ഷ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല CPM-നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ശരി, വളരെ നന്ദി ശ്രീ RS ശശികുമാർ. ഒപ്പം റെജി ലൂക്കോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.